ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. 4-5 വയസ്സുള്ള കുട്ടികൾക്ക് വിട്ടുമാറാത്ത മൂക്കടപ്പ്, ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നു, ചെവി വേദന വരുന്നു, കുട്ടിക്ക് മൂക്കിൽ നിന്നുമുള്ള ഡിസ്ചാർജ് വിട്ടുമാറുന്നില്ല. ഈ ഒരു പ്രശ്നമായിട്ട് പലപ്പോഴും ഡോക്ടറെ പോയി കാണുന്ന സമയത്ത് ഡോക്ടർ പരിശോധിക്കുന്നു. ഒന്നുകിൽ ഒരു നേസൽ എൻഡോസ്കോപ്പി നോക്കും, ഇല്ലെങ്കിൽ ഒരു എക്സ്റേ നോക്കും. എന്നിട്ട് പറയും അഡിനോയിഡ് ഗ്രന്ഥികൾ വീങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ദിവസം മരുന്ന് കഴിച്ച് നോക്കാം, ഇത് ചുരുങ്ങിപ്പോകുമെന്ന് നോക്കാം. ചുരുങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റേണ്ടി വരും. ഡോക്ടർ മൂക്കിലടിക്കാനുള്ള സ്പ്രേ തരുന്നു, കഴിക്കാനുള്ള ഗുളിക തരുന്നു. ഒരു 3 മാസം നോക്കുന്നു, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുന്നില്ല. ഒടുവിൽ ഡോക്ടർ പറയുന്നു നമുക്ക് ഈ അഡിനോയിഡ് ഗ്രന്ഥിയെ സർജറി ചെയ്ത് കളയാം. ഇന്ന് ഒരു 4-5 വയസ്സുള്ള കുട്ടികൾ മുതൽ ഒരു 10 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളിലും പെൺകുട്ടികളിലും വളരെ കോമൺ ആയിട്ട് ഇന്ന് കണ്ടുവരുന്ന ഒരു അവസ്ഥയാണിത്. രാത്രിയിൽ മൂക്കടപ്പിന്റെ പ്രശ്നമായിട്ടാണ് പലപ്പോഴും ഇത് തുടങ്ങുന്നത്. എന്താണ് അഡിനോയിഡ്സ് എന്നും അഡിനോയിഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന ഈ ഒരു വീക്കം കൊണ്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമോ അതോ മരുന്നിൽ മാറുമോ, ഏത് സാഹചര്യത്തിലാണ് ഓപ്പറേഷൻ വേണ്ടത് എന്ന് വിശദീകരിക്കാം. നമ്മുടെ മൂക്കിൽ നിന്നും തൊണ്ടയിലേക്ക് വരുന്ന ഈ കനാലില്ലേ, നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് പോകുന്ന കനാൽ, ഇവിടെ നമ്മുടെ തൊണ്ടയിൽ നിന്നും ഒരല്പം മുകളിലേക്ക് ഈ കനാലിൽ 2 ചെക്ക് പോസ്റ്റ് പോലുള്ള ചില ഗ്രന്ഥികളുണ്ട്. ഈ 2 ഗ്രന്ഥിക്കാണ് നമ്മൾ അഡിനോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ഇത് നമ്മുടെ തൊണ്ടയിലെ ടോൺസിലുകൾ പോലെ തന്നെ 2 ലിംഫ് നോഡുകളാണ്. ഈ ലിംഫ് നോഡുകൾ അവിടെ വച്ചിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ, ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഏതെങ്കിലും പുറത്തു നിന്ന് രോഗാണുക്കളോ മറ്റു കീടങ്ങളോ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ തടയുന്നതിന് വേണ്ടിയിട്ടാണ്. അതേ പ്രോസസ്സ് തന്നെയാണ് അഡിനോയിഡ്സിനുള്ളത്. നമ്മുടെ ശരീരത്തിൻ്റെ ചില ആൻറ്റിബോഡികൾ പുറപ്പെടുവിക്കുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി, പ്രത്യേകിച്ച് കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷിക്ക് ഈ അഡിനോയിഡ്സ് ഗ്രന്ഥികൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സൈനസിനകത്തോ ചെവിയിലേക്കോ അല്ലെങ്കിൽ തൊണ്ടയിലേക്കോ ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ വരുന്നതിനെ തടയുന്നത് പലപ്പോഴും ഈ അഡിനോയിഡ് ഗ്രന്ഥികളാണ്. ഇടവിട്ട് ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ വന്നിരുന്നാലോ ഇല്ലെങ്കിൽ അലർജി റിയാക്ഷൻ ഉണ്ടെങ്കിലും, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ കുട്ടിക്ക് ഏതെങ്കിലും വസ്തുക്കളോട് അലർജി ഉണ്ട്, പൊടിയോട് അലർജി ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും പോളൻ ഗ്രെയിൻസിനോടോ അലർജി ഉണ്ട്, ഇല്ലെങ്കിൽ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് വിട്ടുമാറാതെ ജലദോഷം വരുന്നു. എപ്പോഴൊക്കെ ജലദോഷം വരുമോ അപ്പോഴെല്ലാം ഈ അഡിനോയിഡ് ഗ്രന്ഥിക്ക് ഇൻഫെക്ഷൻ വരുന്നു. ഈ സാഹചര്യത്തിലും ഗ്രന്ഥിക്ക് നീർവീക്കം ഉണ്ടാകുകയും ഓരോ തവണത്തെ നീർവീക്കം കൊണ്ട് ഗ്രന്ഥി ക്രമേണ വീർത്ത് വരികയും ചെയ്യും. ഇതാണ് പൊതുവെ അഡിനോയിഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതിന് കുട്ടികൾക്ക്, പ്രത്യേകിച്ച് 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കാണുന്നത്. സാധാരണഗതിയിൽ കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി അത്യാവശ്യം നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ ടീനേജൊക്കെ ഒരു 11-12 വയസ്സാവണം. അതുവരയ്ക്കും കുട്ടികളുടെ പ്രതിരോധ ശേഷിയെ നിയന്ത്രിക്കുന്നതിൽ പങ്കുവഹിക്കുന്നതാണ് ഈ അഡിനോയിഡ്സ് ഗ്രന്ഥികൾ. ഒരു 12 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്രന്ഥികൾക്ക് വലിയ പ്രയോജനമില്ല, ഇവ ചുരുങ്ങി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും കുട്ടികളിൽ അഡിനോയിഡ് ഗ്രന്ഥികൾക്ക് വീക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ചില ലക്ഷണങ്ങൾ കാണിക്കും. കോമൺ ആയിട്ട് തൊണ്ടവേദന, വിട്ടുമാറാതെ മൂക്കടപ്പ്, ജലദോഷം, തുമ്മൽ പോലുള്ള അസ്വസ്ഥതകൾ കാണാം. ചെവിക്ക് ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുക, ചെവിയിൽ നിന്നും പൊട്ടി നീരൊലിപ്പ് വരിക, ചെവി വേദന അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം വരിക. കൂടാതെ രാത്രിയിൽ മൂക്കടപ്പ്, വാ തുറന്ന് കിടന്നുറങ്ങുക, രാത്രിയിൽ ഉറങ്ങുമ്പോൾ കൂർക്കം വലിക്കുന്ന ശബ്ദം വിട്ടുമാറാതെ കേൾക്കുക. ഇതെല്ലാം തന്നെ കുട്ടികളിൽ അഡിനോയിഡ് ഗ്രന്ഥി വീക്കം വയ്ക്കുന്നതിൻ്റെ കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങളാണ്. പലപ്പോഴും കുട്ടികൾ വാ തുറന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് അവരുടെ പല്ലുകളുടെ ഷേപ്പിൽ ചെറിയ വ്യത്യാസം വരും. പലപ്പോഴും ഈ അഡിനോയിഡ് ഗ്രന്ഥികൾ ക്രോണിക്കായിട്ട് വീങ്ങിയിരിക്കുന്ന കുട്ടികളുടെ മുഖം കണ്ടാൽ തന്നെ അവർക്ക് ഈ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. പലപ്പോഴും അലോപ്പതി ചികിത്സയ്ക്കകത്ത് ആദ്യമൊക്കെ ഒരു ആന്റി അലർജിക് ട്രീറ്റ്മെന്റ്, സ്റ്റിറോയിഡ് ചികിത്സയെല്ലാം നൽകിയിട്ടും കുറയാതെ നിൽക്കുന്നു. ഇടവിട്ട് ഇൻഫെക്ഷൻ വരുന്ന സാഹചര്യത്തിൽ അവർക്ക് ഈ ഗ്രന്ഥികളെ എടുത്തു കളയുക അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അതുകൊണ്ടാണ് അഡിനോയിഡ് ഗ്രന്ഥി വീക്കം വരുന്ന സമയത്ത് ENT ഡോക്ടർമാരോ അല്ലെങ്കിൽ കുട്ടികളുടെ സർജന്മാരോ അഡിനോയിഡ് ഗ്രന്ഥികൾ എടുത്തു കളയണം എന്ന് പറയുന്നത്. എന്നാൽ ഹോമിയോപ്പതിയിൽ ഈ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം മരുന്നിൽ തന്നെ നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ ചുരുക്കി കൊണ്ടുവരാൻ സാധിക്കും. ഒരു 4-5 മാസത്തെ ചികിത്സ വഴിക്ക് കുട്ടിയുടെ ഈ ശ്വാസനാളത്തിൽ ഉണ്ടാകുന്ന ഇടവിട്ട് ഇൻഫെക്ഷന്റെ ടെൻഡൻസിയും മാറ്റാൻ സാധിക്കും. അഡിനോയിഡ് ഗ്രന്ഥികളെ ചുരുക്കി നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് കുട്ടിക്ക് നോർമലായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. അഡിനോയിഡ് ഗ്രന്ഥി ഇടയ്ക്കിടയ്ക്ക് വീക്കം വരുന്ന കുട്ടികൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ വിട്ടുമാറാതെ മൂക്കടപ്പ്, ഇടയ്ക്കിടയ്ക്ക് ജലദോഷം, ഇടയ്ക്കിടയ്ക്ക് ചുമ, തൊണ്ടവേദന, പനി പോലുള്ള ലക്ഷണങ്ങൾ കണ്ടുവന്ന് വരാം. ഇത്തരം ടെൻഡൻസി, അഡിനോയിഡ് വീക്കം ടെൻഡൻസിയുള്ള കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, സ്കൂളിൽ പോകുന്ന കുട്ടികളെ രാവിലെ കുളിച്ചിട്ട് പോയി വേർക്കാനായിട്ട് വിടരുത്. തല തുടർച്ചയായിട്ട് വേർത്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ പോസ്റ്റ് നേസൽ ഡ്രിപ്പിംഗ് ഉണ്ടാകുകയും ഇത് വിട്ടുമാറാതെ തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ വരികയും ചെയ്യും. കൂടാതെ കുട്ടികൾ വേർത്ത് ഇരിക്കുന്ന സമയത്ത് അപ്പം തന്നെ കൊണ്ടുപോയി കുളിപ്പിക്കരുത്. സഡനായിട്ട് നമ്മുടെ ശരീരം ചൂടായി നിൽക്കുന്ന സമയത്ത് സഡനായിട്ട് തണുപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ കുളിച്ച് തണുത്തിരിക്കുന്ന സമയത്ത് പോയി വെയിൽ കൊള്ളുക, ഓടിക്കളിക്കുക പോലുള്ള ടെൻഡൻസി, സഡൻ ടെമ്പറേച്ചറിൽ വരുന്ന
വരുന്ന വ്യത്യാസം കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് അഡിനോയിഡ്സ് ഗ്രന്ഥിക്ക് ഇൻഫെക്ഷൻ വരുന്നതിന് കാരണമാകാറുണ്ട്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ കുട്ടികളെ കുളിക്കുമ്പോൾ നന്നായിട്ട് തലയിൽ എണ്ണ തേച്ച് കുളിച്ചാലേ കുട്ടികൾക്ക് ആരോഗ്യം വരും എന്ന് വിചാരിക്കുന്ന മാതാപിതാക്കൾ മനസ്സിലാക്കുക, പലപ്പോഴും തലയിൽ തേച്ച് കുളിപ്പിക്കുന്ന എണ്ണ തന്നെ കുട്ടികൾക്ക് ഈ സൈനസിനകത്ത് കഫക്കെട്ടുണ്ടാകുന്നതിനും കുട്ടികൾക്ക് ഈ അഡിനോയിഡ് ഗ്രന്ഥിയിൽ നീർവീക്കം ഉണ്ടാകുന്നതിനും കാരണമാകാറുണ്ട്. സോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും രാത്രി കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് വാ തുറന്നാണ് ഉറങ്ങുന്നതെന്നുണ്ടെങ്കിൽ അവരെ രാത്രിയിൽ ഫാനിന്റെ നേരെ താഴെ കിടത്താതെ സൈഡിലേക്ക് മാറ്റി കിടത്താനായിട്ട് ശ്രമിക്കുക. കുട്ടികൾ കിടക്കുന്ന മുറിക്കകത്ത് പഴയ പുസ്തകങ്ങളോ പഴയ ഡ്രസ്സോ തൂക്കിയിട്ടുണ്ടെങ്കിൽ ഇവ മാറ്റുക. കാരണം മുറിയിൽ ഇതിന്റെ എല്ലാം പൊടി അടിച്ചു കറങ്ങി കുട്ടികളുടെ മൂക്കിലേക്കും വായിലേക്കും എല്ലാം കയറി അഡിനോയിഡ്സിന് അലർജിക് റിയാക്ഷൻ വന്നുകൊണ്ടേയിരിക്കും. സോ ഇത്തരം ടെൻഡൻസീസ് മാറ്റുക. കുട്ടികൾ ധാരാളം വെള്ളം കുടിക്കാൻ നൽകുക. കുട്ടികൾക്ക് അലർജി ടെൻഡൻസി മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയും ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ അഡിനോയിഡ്സ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും. ഇന്ന് ഒരു 10 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളിലും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ഡെഫിനറ്റ്ലി ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.